ഹലോ ബേബി, നമ്മളെ ഇന്ന് ഫിഷിങ്ങിന് വന്നേ അല്ലേ? ഫിഷിങ്ങിനൊന്നുമല്ല, 2 രൂപയുടെ പൊറോട്ട മേടിച്ച് തന്നിട്ട് ഇവൻ എന്നെ അലമാരി നമുക്ക് എടുത്തോണ്ട് പോവുക. ഇവൻ മാത്രമല്ല കേട്ടോ, എൻ്റെ പണിക്കൊന്നും ഇല്ല. ഞാൻ ആ കൂടെ ഒരു ബെഡേ ഉള്ളൂ, ഒരു ബെഡും ഒരു വാഷിംഗ് മെഷീനും. പിന്നെ നമ്മുടെ ഹരീഷ് ഉണ്ടല്ലോ, ഹരീഷ് റൂം കുറവാണ്. അപ്പോൾ അവർ കുറേ സാധനങ്ങൾ ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് പണി എടുക്കാനായിട്ട് വന്നതാണ്. അല്ലാതെ ഫിഷിംഗ് വ്ളോഗോ കുക്കിങ്ങോ ഒന്നുമല്ല. എഡിറ്റിംഗ് മൈൻഡോടെ ഏറ്റെടുത്താണ്. പക്ഷേ വൈകുന്നേരത്ത് ഒരു 10,000 ചോദിച്ചോ. പക്ഷേ വേറെ കാര്യമുണ്ട്, ഇവന് 2 മുട്ടയും ഒരു പൊറോട്ടയും മാറ്റി കൊടുത്തു. 1.5 മുട്ട പകുതി എടുത്തുകൊണ്ട് പോയത്. ഓക്കെ, എന്തായാലും നമുക്ക് ആ വീഡിയോ വന്നു. ഞങ്ങൾക്ക് ദിവസം 10 കിലോണേ അലമാരയൊക്കെ പൊക്കി കിട്ടുന്നതിനൊക്കെ. ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്കൊരു പണി പറ്റിയില്ല. ഇവിടെ തെളി മാത്രം സോപ്പ് ഉണ്ടായിരുന്നേ അങ്ങനെയാണ് പോയത്. സ്ലിപ്പായാലും മണച്ചു ഗ്യാസ് കുറ്റി अरे भाई थोड़ा क्लीन करो भाई, क्लीन करो. എന്താ അവ പറയാതെ വേണേ കുളിച്ച് കയറി ഞാൻ 5 മാസം റെന്റ് കൊടുക്കൊണ്ടെന്ന്. 2 പൊറോട്ട ഇത് കണ്ടോ, അവന് 2 പൊറോട്ടയും 2 പൊറോട്ട ഒരു മുട്ട 1.5 മുട്ടയും മാറ്റി കൊടുത്തേ, പുഴുങ്ങി 1.5 മുട്ട. എന്നാ പറഞ്ഞ 2 പൊറോട്ടയുടെ പണി കഴിഞ്ഞു. വാ, എൻ്റെ വീട്ടിലുള്ള 2 പൊറോട്ടയും മുട്ടയും വാങ്ങിച്ചു. ഫിഷിംഗ് ഫ്രൈഡ് എന്ന പേര് വിട്ടിട്ട് മീനെ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നേ എന്നെ. ഇത്ര നേരമായിട്ട് നീ ഇതാ എടുത്തല്ലേടാ? എത്ര നേരമായിട്ട് നീ ഇവിടെ പണിയെടുക്കുമായിരുന്നു? ഞാൻ നോക്കണ്ടോ, എടുത്തോണ്ട് പോകുന്ന സാധനം നോക്കി. വളരെ ബുദ്ധിമുട്ടായിട്ടാണ്. നമ്മളെല്ലാം നമ്മൾ കയറ്റിട്ടുണ്ട്. ചേട്ടാ അവിടെ സാധനം കയറ്റി വണ്ടി കെട്ടുക. ഇതൊരു ട്രിപ്പ്. ഇത് ഹരീഷിൻ്റെ റൂമിലേക്ക്, പുതിയ റൂമിലേക്ക് ഇറക്കണം. എന്നിട്ട് തിരിച്ച് നമ്മൾ വന്ന് എനിക്കുള്ള സാധനം എടുത്ത് പോകും. ഇനിയിപ്പോൾ കുക്കും കല്യാണോടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബെഡ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ് എടുത്തിട്ട് പോയേക്കാം. നടുക്കുമെന്ന് കിടക്കുന്നു. വന്നോ, ടിൻഡുമോൻ വന്നോളൂ. നീ ടിൻഡുമോൻ. നമ്മുടെ 2ാമത്തെ സാധനം എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് വണ്ടി ഒന്ന് ചെറുതായിട്ട് പഞ്ചറായിട്ടുണ്ട്. ആണ് കയറി ടയർ പഞ്ചറായി. ഹബീബി ബിരിയാണി വാങ്ങിച്ചു തരാം. ഇത് ബിരിയാണി നിൽക്കുന്നല്ല. പാലമെല്ലാം പോയി. അവസാനം നമ്മൾ ടയർ പഞ്ചർ ഒട്ടിക്കാനായിട്ട് സാറിലുള്ള ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. ചേട്ടൻ നല്ലടാ. കായംകുളം നമ്മുടെ അടുത്താണല്ലോ. ഞാൻ കൊല്ലം പത്തനാപുരം. ആ, നമ്മളെ കായംകുളം ചേട്ടൻ അടുത്തുള്ളതാണ്. വലിയ പണിയാണോ? അല്ലല്ലോ, ചെറിയ പണിയുള്ളൂ. ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ സ്റ്റാഫുകൾ? 3 പേരുണ്ട്. കുറേ വർഷമായോ ഇവിടെ? എപ്പോഴേ കഴിഞ്ഞാണ്ട് നമ്മൾ ടയർ റെഡി ആയി കഴിഞ്ഞു. 2 മിനിറ്റ് എടുത്തിട്ടുണ്ട്, 2 മിനിറ്റ്. അപ്പോൾ ഈ ഷോപ്പ് മറക്കണ്ട. ഷോപ്പിന് പേരെന്തായിരുന്നു ചേട്ടാ? ബുധയ റൂട്ടിലേക്ക് പോകുന്ന മാർക്ക് അവന്യൂസിൽ ആണ് ഈ ഷോപ്പ്. ഡിസ്ട്രിക്ട് സിറ്റി ആട്ടോ സർവീസ് ആണ്. എന്താ കണക്ക് കൂട്ടുവാണ് നമ്മുടെ ബില്ലിൻ്റെ? അല്ല, ഇത് കിലോമീറ്റർ, ഓയിൽ ചേഞ്ച് കിലോമീറ്റർ. ആ, ഓക്കെ. ഞാൻ കാര്യം നമ്മൾ ടയർ മാറിയണ്ട്. ബില്ലെടുത്ത് പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഇപ്പോഴാണ് തുറന്നത്? അതാ നേരത്തെ തുറന്നായിരുന്നു? നമ്മൾ 8 മണിയാകുമ്പോൾ തുറക്കും. ആ, വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച നമുക്ക് പോയിട്ട് 4 വരെയുള്ളൂ. ആ പക്ഷെ നേരത്തെ പോകും, അതാണ് നല്ലത്. ഇവിടെ നമുക്ക് എന്താ ഉള്ളൂ വെള്ളിയാഴ്ച ദിവസം, ബാക്കി എല്ലാ കടകളും അവധിയാണ്. ആ അപ്പോൾ ഇത് നോക്കി വെക്കാം. വെള്ളിയാഴ്ച ദിവസമൊക്കെ നമുക്ക് ഇവിടെ ബുധയ പുതിയ ഏരിയയിൽ ഉദയ മാർക്ക് അവന്യൂസിലല്ലേ? ഷോപ്പിൻ്റെ പേര് എന്തോ? സിറ്റി ഡിസ്ട്രിക്ട് സിറ്റി. ആരാ സതീഷ്? എൻ്റെ പേര് സതീഷ് എന്നല്ലേ? എൻ്റെ കൂട്ടുകാരുടെ പേര് സതീഷ് എന്നാ. ആണോ പേര് സതീഷ്? ആരാണ്? എല്ലാം വരും. ഓക്കെ കേട്ടോ, ശരി, ബൈ ബൈ. അപ്പോൾ നമ്മളങ്ങനെ ടയർ ഒട്ടിച്ചു, ടയർ പഞ്ചറടിച്ച് എത്രയും പെട്ടെന്ന് ഒട്ടിച്ച് എല്ലാം പെട്ടെന്നായിരുന്നു. ചടപടേന്നായി. ആ ഇതിലേക്ക് എങ്ങനെയാ? ഓ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ? 3 പേര് ചേർന്ന് വാഷിംഗ് മെഷീൻ എടുക്കുന്നത് നല്ലത്, വെയിറ്റുള്ള സാധനമാണ്. ചെറിയ മക്കളുടെ കളിപ്പാട്ടം എടുത്തോണ്ട് പോയിട്ട് പറയുന്നത് വേർപ്പില്ലല്ലോടാ നെറ്റിയിൽ. കണ്ടില്ലേ, ബെഡ് കണ്ട അപ്പം കിടന്നുറങ്ങും. അങ്ങനെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. ബൈ.